ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, അതുപോലെ പെവ്കോ, VFA എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ 18-ാം തീയതി, അതെ വരുന്ന 18-ാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. 4 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നത് അല്ലേ. ഓഗസ്റ്റ് 1 ഒരു രണ്ടാമത്തെ ഘട്ടം, രണ്ടാമത്തെ ദിവസം രാവിലെ ഉച്ചയ്ക്കായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ എക്സാം എഴുതാനായിട്ട്. അപ്പോൾ നമുക്കിനി വേണ്ടത് എന്താണ്? പുതിയതായിട്ടൊന്നും പഠിക്കാൻ സമയമില്ല അല്ലേ, റിവിഷനാണ് വേണ്ടത്. പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കുക. ഓക്കെ, നമ്മൾ 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ജൂലൈ മാസത്തിലെ ഏകദേശം ചെയ്ത് തീരാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, 2025 ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രാൻസിന്റെ ബാസ്റ്റിൽ ദിന പരേഡിൽ മുഖ്യ അതിഥിയായ വ്യക്തി ആരാണ്? ഫ്രാൻസിന്റെ ബാസ്റ്റിൽ ദിന പരേഡ്, ബാസ്റ്റിൽ ദിനം എന്നാണൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ജൂലൈ, ഫ്രഞ്ച് വിപ്ലവം പഠിക്കുന്നതാണ്. ജൂലൈ 14 ബാസ്റ്റിൽ ജയിൽ തകർക്കപ്പെട്ടത് അല്ലെ, ജൂലൈ 14. അപ്പൊ ഫ്രാൻസിന്റെ ബാസ്റ്റിൽ ദിന പരേഡിൽ മുഖ്യ അതിഥിയായിട്ട് എത്തിയത് പ്രഭാവോ സുബിയാന്തോ ആണ്. ഓക്കെ, പ്രഭാവോ സുബിയാന്തോ ആണ്. അടുത്തത് വിംബിൾഡൺ 2025 ഇമ്പോർട്ടന്റ് ആണ്. വിംബിൾഡൺ 2025 പുരുഷ സിംഗിൾസ് ആയത് ആരാണ്? യാനിക് സിന്നർ ആണ്. പുരുഷ സിംഗിൾസ് ആയത് ആരാണ്? യാനിക് സിന്നർ. റണ്ണറപ്പ് ആയത് കാർലോസ് അൽക്കാരസ് ആണ്. ഓക്കെ, ദെൻ വനിതാ സിംഗിൾസ് നേടിയത് ഇഗാ സ്വിയാടെക് ആണ്. ദെൻ റണ്ണറപ്പ് അമാൻഡ അനിസിമോവയാണ്. ഒന്നുകൂടെ, വിംബിൾഡൺ 2025 പുരുഷ സിംഗിൾസ് യാനിക് സിന്നർ, റണ്ണറപ്പ് കാർലോസ് അൽക്കാരസ്. വനിതാ സിംഗിൾസ് ഇഗാ സ്വിയാടെക്, റണ്ണറപ്പ് അമാൻഡ അനിസിമോവ. ഓക്കെ അല്ലേ. അടുത്ത നോക്കിക്കേ, KK സന്തോഷ് പകർത്തിയ MT വാസുദേവൻ നായരുടെ ചിത്രങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് MT കാലത്തിന്റെ കാൽപ്പാടുകൾ. ഏതാണ്? MT കാലത്തിന്റെ കാൽപ്പാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അപ്പോ KK സന്തോഷ് ആണ്. അപ്പൊ KK സന്തോഷ് പകർത്തിയ MTയുടെ ചിത്രങ്ങൾ അടങ്ങിയ പുസ്തകം ഏതാണ്? MT കാലത്തിന്റെ കാൽപ്പാടുകൾ എന്നതാണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, അടുത്തിടെ AI സഹായത്തോടെ കൊതുക് ശല്യം നിയന്ത്രിക്കാൻ സ്മാർട്ട് മോസ്കിറ്റോ സർവൈലൻസ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം എന്താണ്? അടുത്തിടെ AI സഹായത്തോടെ കൊതുക് ശല്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് മോസ്കിറ്റോ സർവൈലൻസ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനമാണ് ഇത്, ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഓരോ പോളിംഗ് സ്റ്റേഷനിലും 1200-ൽ താഴെ വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം. ഓരോ പോളിംഗ് സ്റ്റേഷനിലും 1200-ൽ താഴെ വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായത് ഏതാണ്? ബീഹാർ ആണ് കേട്ടോ, ബീഹാർ. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ ഡാം ടിബറ്റിൽ നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ ഡാം ടിബറ്റിൽ നിർമ്മിക്കുന്ന രാജ്യമാണ് ഏതായിരിക്കും ഇത്? ചൈനയാണ്. ചൈന. ബ്രഹ്മപുത്ര നദിയിലാണ് ഈ ഡാം വരുന്നത് കേട്ടോ. ബ്രഹ്മപുത്ര നദിയിലാണ് നമ്മൾ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ ഡാം ടിബറ്റിൽ നിർമ്മിക്കുന്ന രാജ്യമാണ് ചൈന, ബ്രഹ്മപുത്ര നദിയിൽ. ഓക്കെ, അടുത്ത നോക്കിയേ, അമേരിക്കയെ ക്രിപ്റ്റോ ആസ്ഥാനമാക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച ഒരു നിയമമുണ്ട്. അതാണ് ജീനിയസ് ആക്ട്. എന്താണ് ജീനിയസ് ആക്ട് എന്ന് പറയുന്നത്? എന്താണ്? അമേരിക്കയെ ക്രിപ്റ്റോ ആസ്ഥാനമാക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച നിയമമാണ് ജീനിയസ് ആക്ട് എന്ന് പറയുന്നത്. അടുത്ത 2027, 2029, 2031 വർഷങ്ങളിൽ ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഫൈനലിന്റെ വേദി ഏതാണ്? ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2027, 29, 31 വർഷങ്ങൾ നടക്കാൻ പോകുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് കേട്ടോ. എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അത് നരേൻ കാർത്തികേയന്റെ ജീവിതം ആസ്പദമാക്കി ഒരു സിനിമ വരുന്നുണ്ട്. ഓക്കെ, ആ സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? അത് മഹേഷ് നാരായണനാണ്. എന്താണ്? നരേൻ കാർത്തികേയന്റെ ജീവിതത്തെ ആസ്പദമാക്കി സിനിമ സംവിധാനം ചെയ്യുന്ന വ്യക്തിയാണ് മഹേഷ് നാരായണൻ. അടുത്തത്, തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം എന്താണ് പ്രൈം മിനിസ്റ്റർ പദത്തിൽ ഇരുന്നവരുടെ 2ാം സ്ഥാനത്ത് എത്തിയ വ്യക്തി ആരാണ്? നമ്മുടെ നരേന്ദ്രമോദിയാണ്. എത്ര ദിവസമാണ്? 4077 ദിവസമാണ്. അപ്പൊ ആദ്യത്തെ ആള് നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. അപ്പൊ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നതിൽ 2ാം സ്ഥാനം ആർക്കാണ്? നമ്മുടെ നരേന്ദ്രമോദിക്കാണ്. 4077 ദിവസമാണ്. ഓക്കെ,
അടുത്തൊരു ഇൻഡെക്സ് ആണ് നമ്പിയോ സേഫ്റ്റി ഇൻഡെക്സ് 2025 അർദ്ധവാർഷിക റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം എന്താണ്? നംബോ സേഫ്റ്റി ഇൻഡെക്സ് 2025 നമ്പിയോ സേഫ്റ്റി ഇൻഡെക്സ് 2025 അർദ്ധവാർഷിക റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമാണ് ഏത്? UAE എന്ന് പറയുന്നത്. സുരക്ഷിതമായ രാജ്യമാണ് UAE എന്ന് പറയുന്നത്. സെക്കൻഡ് ഏതാണ്? അണ്ടോറ. ഇന്ത്യയുടെ സ്ഥാനം അറിഞ്ഞിരിക്കണം, 67ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 67ാം സ്ഥാനത്താണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പിയോ സേഫ്റ്റി ഇൻഡെക്സ് 2025 അർദ്ധവാർഷിക റിപ്പോർട്ട് പ്രകാരം സുരക്ഷിത നഗരം ഏതാന്ന് ചോദിച്ചാൽ അത് അബുദാബിയാണ്. സുരക്ഷിത നഗരം ഏതാണ്? അബുദാബിയാണ്. സെക്കൻഡ് ദോഹ, തേർഡ് ദുബായ്. സെക്കൻഡ് ദോഹ, തേർഡ് ദുബായ്, ഫസ്റ്റ് അബുദാബി. നഗരമാണ്. നഗരം എന്ന് ചോദിച്ചാലാണ് അബുദാബി പറയേണ്ടത്. എന്നാൽ രാജ്യം ചോദിച്ചാൽ ഏത് പറയണം? UAE പറയണം. സെക്കൻഡ് അണ്ടോറ. ഇന്ത്യയുടെ സ്ഥാനം 67. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം മുതൽ ഒന്ന് നോക്കാം. ഫ്രാൻസിന്റെ ബാസ്റ്റിൽ ദിന പരേഡിൽ മുഖ്യ അതിഥിയായിട്ട് വന്നത് പ്രഭാവോ സുബിയാന്തോയാണ്. 2025 വിംബിൾഡണിൽ പുരുഷ സിംഗിൾസ് യാനിക് സിന്നർ, റണ്ണറപ്പ് കാർലോസ് അൽക്കാരസ്. വനിതാ സിംഗിൾസ് ഇഗ സ്വിയാടെക്, റണ്ണറപ്പ് അമാൻഡ അനിസിമോവ. ദെൻ MT വാസുദേവൻ നായരുടെ ചിത്രങ്ങൾ, അതായത് KK സന്തോഷ് പകർത്തിയ MT വാസുദേവൻ നായരുടെ ചിത്രങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമുണ്ട്. പുസ്തകം ഏതാ? MT കാലത്തിന്റെ കാൽപ്പാടുകളാണ്. അടുത്തത് AI സഹായത്തോടെ കൊതുക് ശല്യം നിയന്ത്രിക്കാൻ സ്മാർട്ട് മൊസ്കിറ്റോ സർവൈലൻസ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഓരോ പോളിംഗ് സ്റ്റേഷനിലും 1200-ൽ താഴെ വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. ഈ വോട്ടിംഗ് ഒക്കെ ആദ്യമായിട്ട് തുടങ്ങിയ സംസ്ഥാനം ബീഹാറാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ ഡാം ടിബറ്റിൽ നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. അമേരിക്കയെ ക്രിപ്റ്റോ ആസ്ഥാനമാക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച നിയമമാണ് ജീനിയസ് ആക്ട് എന്ന് പറയുന്നത്. 2027, 29, 31 വർഷങ്ങളിൽ ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന്റെ വേദിയാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് കേട്ടോ. 27, 29, 31. നരേൻ കാർത്തികേയന്റെ ജീവിതം ആസ്പദമാക്കി സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് മഹേഷ് നാരായണൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്നവരിൽ 2ാം സ്ഥാനം ആർക്കാണ്? നരേന്ദ്രമോദിക്കാണെന്ന് ഓർക്കുക. നമ്പിയോ സേഫ്റ്റി ഇൻഡെക്സ് 2025 അർദ്ധവാർഷിക റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതാണ്? UAE ആണ്. സെക്കൻഡ് അണ്ടോറയാണ്. ഇന്ത്യയുടെ സ്ഥാനം 67 ആണ്. സുരക്ഷിത നഗരം ചോദിച്ചാൽ അബുദാബി. സെക്കൻഡ് പൊസിഷനിൽ ദോഹയുണ്ട്. തേർഡ് പൊസിഷനിൽ ദുബായ് ഉണ്ട്. ഓക്കെ, അപ്പൊ കറണ്ട് അഫയേഴ്സ് ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് കറണ്ട് അഫയേഴ്സ് ഒക്കെ പ്രാധാന്യം അനുസരിച്ച് പഠിക്കുക. പിന്നെന്താണ്, നമുക്ക് ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ പുതിയ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2026 കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് മുന്നേ ചെയ്യാം ക്ലാസ്സുകൾ കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.